അണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. ബലിയിലല്ലോ ബലമാർഗം, ബലമല്ലോ ഈ ബലിവേദി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, സാർവത്രിക സഭ ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേക തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ സെൻറ് മേരീസ് പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ സ്തുതിക്കായി നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് പരമപിതാവായ ദൈവത്തിന് കൃതജ്ഞതയുടെയും ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും യാചനയുടെയും ഈ ബലി അർപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവേ, ഞങ്ങളുടെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യമേകുവാൻ വേണ്ടി രക്തം ചിന്തി മരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സ്തുതിക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. ഈ ബലിയോട് ചേർത്ത് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും യാചനകളും സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ബലിയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിച്ചു കൊടുത്തവരെ അനുഗ്രഹിക്കുകയും സമാധാനപൂർണമായൊരു ജീവിതത്തിലേക്ക്, ആരോഗ്യപൂർണമായൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം ദാതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം നാഥാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാവത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ.
ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചിലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. ദൈവമായ കർത്താവിന് സ്തുതി. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ അവിരതമവിടുത്തെ പുകഴുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദിവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ
മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത് ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയം തകർന്നവർക്കാലംബമായൊരു വചനം, തിരുവചനം. ഇരുളിൽ വെളിച്ചമായി എന്നെ നയിക്കുന്ന വചനം, തിരുവചനം. ഹൃദയം തകർന്നവർക്കാലംബമായൊരു വചനം, തിരുവചനം. ഇരുളിൽ വെളിച്ചമായി എന്നെ നയിക്കുന്ന വചനം, തിരുവചനം. വചനമേ ദൈവവചനമേ, ജീവദായക വചനമേ. വചനമേ ദൈവവചനമേ, സൗഖ്യദായക വചനമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 26 മുതൽ 33 വരെ. ഈശോ അരുളി ചെയ്തു, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെ ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം നമുക്കിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, സാർവത്രിക കത്തോലിക്ക സഭ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ആലയത്തിൽ ഒന്നു ചേർന്ന് പരമപിതാവായ ദൈവത്തിന് പരിശുദ്ധമായ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിച്ച് സമാധാനപൂർണമായൊരു ജീവിതം സർവശക്തനായ ദൈവം നമുക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കത്തോലിക്ക സഭ എപ്പോഴും വിശുദ്ധരോടുള്ള വണക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഭയാണ്. വിശുദ്ധ കത്തോലിക്ക സഭയിൽ തിരുനാൾ ആഘോഷങ്ങൾ എന്നത് നമ്മുടെ ആധ്യാത്മികതയുടെ തന്നെ ഒരു ഭാഗമാണ്. സഭയുടെ ആത്മീയ ജീവിതം പഠിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായും 3 തരത്തിലുള്ള തിരുനാളുകളാണ് കത്തോലിക്ക സഭ ആചരിക്കുന്നത്, കത്തോലിക്ക സഭയിൽ ആചരിക്കപ്പെടുന്നത്. ആ 3 തിരുനാളുകൾ നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളുകളും വിശുദ്ധരുടെ തിരുനാളുകളുമാണ്. കത്തോലിക്ക സഭ എപ്പോഴും വിശുദ്ധരുടെ തിരുനാളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഭയാണ്. സാധാരണഗതിയിൽ വിശുദ്ധർ ജനിച്ച ദിവസം അല്ലെങ്കിൽ കൂടുതൽ പേരുടെയും മരണ ദിവസമാണ് തിരുനാൾ ദിനമായിട്ട് സഭ ആചരിക്കുന്നത്. എന്തുകൊണ്ട് വിശുദ്ധരുടെ തിരുനാളുകൾ ആചരിക്കണമെന്ന് സഭ പഠിപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് സഭയുടെ മനസ്സിലുള്ളത്. ഒന്നാമത്തത് വിശുദ്ധൻ്റെ മാതൃക അനുകരിക്കാൻ സഭാമക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതും, രണ്ടാമത്തത് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി ശക്തരാകാൻ സഭാമക്കളെ സഹായിക്കുക എന്നതുമാണ്. ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ജീവചരിത്രം നമ്മൾ അനുസ്മരിക്കണം. ധീരനായ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന പ്രത്യേകിച്ച് ചക്രവർത്തിയുടെ സംരക്ഷണ വിഭാഗത്തിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ധീരനായ ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസധീരത മാത്രമല്ല, ദൈവദത്തമായ ധീരത എന്ന പുണ്യം കൈമുതലാക്കിയിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസിയായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് വിശ്വാസത്തിൽ ക്ഷയം ഭവിച്ച വ്യക്തികളെ, പലവിധത്തിലുള്ള പീഡനങ്ങൾ മൂലം ഭയപ്പെട്ട് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായി നിന്ന വിശ്വാസികളെ അദ്ദേഹം വ്യക്തിപരമായി പോയി കണ്ട് അവരെ ധൈര്യപ്പെടുത്തിയിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസ് വധിക്കപ്പെട്ടത്. കേരളക്കരയിലെ, പ്രത്യേകിച്ച് കേരള സഭയിലെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഏറ്റവും സുപരിചിതനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമുക്ക് മറക്കാനാവില്ല. കുഞ്ഞു പ്രായം മുതൽ നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രത്യേകമായി വിശുദ്ധൻ്റെ മാധ്യസ്ഥം മാതാപിതാക്കൾ നമ്മളെ കൊണ്ടുപോയി വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിർത്തി അടിമയൊക്കെ സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഓർമ്മകൾ ഇന്ന് ഈ ബലിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കുമുണ്ട്. കുഞ്ഞു പ്രായം മുതൽ അർത്തങ്കപ്പള്ളിയിലും കാഞ്ഞൂർ പള്ളിയിലും അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് നാനാജാതി മതസ്ഥരെ ഒഴുകിയെത്തുകയാണ്. എന്തിനു വേണ്ടി? വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിതരായി, ദൈവകൃപയാൽ സംരക്ഷിതരായി സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ചരിത്രം ഇതിന് സാക്ഷിയാണ്. കാരണം ലോകമെങ്ങും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷേ ശാസ്ത്രം നിഗളിച്ചു നിന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ മരുന്നിനതീതമായിട്ട്, ശാസ്ത്രത്തിന് അതീതമായി ഒരു ശക്തിയുമില്ലെന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകത്തെ ഈ ഒരു മഹാമാരി, കൊറോണ ബാധ എന്ന ആ വലിയ മഹാമാരി ബാധിച്ച് അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. അവിടെ ശാസ്ത്രം പകച്ചു നിൽക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയണം.
ആ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ നമ്മൾ ഒരുമയോടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ശക്തരായി നമ്മൾ തീരണം. സംരക്ഷണയിലേക്ക് കടന്നു വരണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ റോമിൽ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധൻ്റെ ശവം അടക്കപ്പെട്ടിരിക്കുന്ന ആ കാറ്റക്കൊമ്പിൻ്റെ പേര് തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കാറ്റക്കൊമ്പ് എന്നാണ്. അതിൻ്റെ മുകളിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള ബസിലിക്ക പണിതുയർത്തിയിരിക്കുന്നത്. മരിച്ചു കിടക്കുന്ന അമ്പുകളേറ്റ് മരിച്ചു കിടക്കുന്ന സെബസ്ത്യാനോസിൻ്റെ ചിത്രമാണ്, അല്ലെ സ്റ്റാച്ചു ആണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പല പ്രാവശ്യം പോയി അവിടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ചെല്ലുമ്പോൾ ഒരു വിശ്വാസ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുന്ന അനുഭവമുണ്ട്. ഇപ്പോഴും അതെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പുകളേറ്റ് നിൽക്കുന്ന, രക്തം ചെന്ന് നിൽക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലേക്കൊരു ശക്തി കടന്നു വരും. ആത്മാവിൻ്റെ ശക്തി ഒഴുകുകയാണ്. ധീരതയുടെ ശക്തി നമ്മിലേക്ക് വരും. ആ ധീരതയാണ് ഓരോ ക്രിസ്ത്യാനിയെയും ധൈര്യപ്പെടുത്തേണ്ടത്. വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തെ തകർക്കുന്ന ശക്തികൾ വരുമ്പോൾ ഈ വിശുദ്ധരുടെ മാതൃക നമുക്കൊരു പ്രചോദനമായിട്ട് നിൽക്കുന്നു. ആ വിശുദ്ധൻ്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്രദക്ഷിണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ മാതൃക. വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും സമർപ്പിച്ച ഈ രക്തസാക്ഷികൾ ഞങ്ങളുടെ മാതൃകയാണെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരിക ബാധയേക്കാൾ പ്രധാനപ്പെട്ടത്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ടത്, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന സാത്താൻ്റെ ശക്തികളുടെ മൂലം, തിന്മ നിറഞ്ഞ വ്യക്തികളുടെ സ്വാധീനങ്ങൾ മൂലം, പ്രലോഭനങ്ങൾ മൂലം നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കളയുന്ന മഹാമാരികൾ ഇന്ന് ലോകത്തിൽ പടരുന്നുണ്ട്. അതിൽ നിന്ന് മോചിക്കപ്പെടാൻ വേണ്ടി വിശുദ്ധനോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ മാതൃക അനുകരിക്കാനുള്ള പ്രചോദനമായി ഈ തിരുനാൾ തീരട്ടെ. ധീരനായ, രക്തസാക്ഷിയായ, ധീരയോദ്ധാവായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യം പോലും നമുക്ക് ശക്തി പകരുന്ന ഒന്നാണെന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. ഈ ധീരയോദ്ധാവായ യേശുവിന് വേണ്ടി ധീരതയോടെ രക്തസാക്ഷിത്വം കൈവരിക്കാൻ ധൈര്യം കാണിച്ച ആ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് പ്രചോദനമായിട്ട് തീരുന്നു. ആ ആത്മീയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി ശക്തരാകാനുള്ള അവസരമാണ്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചാണ് നമ്മൾ വരുന്നത്. മാതൃക അനുകരിക്കുന്നതിനോടൊപ്പം വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, മരുന്നുകൾ ഫലിക്കാതെ വിഷമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ പുതിയ വാക്സിനുകളൊക്കെ വരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് സംരക്ഷണമാണ്. ഈ ബാധയിൽ നിന്ന് മാത്രമല്ല, എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ മോചിക്കുവാനുള്ളൊരു പ്രത്യേക വരം ദൈവം വിശുദ്ധന് നൽകിയിരിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലെ അവസാനത്തെ 2 വചനങ്ങൾ, ഈശോ പറഞ്ഞു, ഈ ലോകത്തിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ, അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഞാനും ഏറ്റുപറയുമെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനുമുമ്പ് ഈശോ പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൻ്റെ ഇരയാക്കാൻ കഴിയുന്ന സാത്താനെ നിങ്ങൾ ഭയപ്പെടാൻ പറയുകയാണ്. കർത്താവിൻ്റെ വചനമാണ്. ഈ ധീര രക്തസാക്ഷികൾ എല്ലാവരും ഏറ്റുപറയുന്നത് ഒരേ സത്യമാണ്. ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ശരീരത്തെയും ആത്മാവിനെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുക. ആ ഈശോയാണ് നമ്മളോട് ഏറ്റുപറയുന്നത്, വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാനും ഏറ്റുപറയും. റോമില് കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച 10,000 രക്തസാക്ഷികൾ ആദിമ സഭയിലുണ്ട്. അതിൽ മഹാവിശുദ്ധരുടെ ഗണത്തിൽപ്പെട്ടവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അവരുടെ മാധ്യസ്ഥം വഴി ഇന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് കർത്താവ് അവരെ ഏറ്റുപറയുന്നു. ഈശോയെ ഏറ്റുപറയുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച രക്തസാക്ഷികളുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട്
കർത്താവ് ഇന്ന് ഈ വിശുദ്ധരെ, ഈ രക്തസാക്ഷികളെ ഏറ്റുപറയുന്നു. അതാണ് ഈ മാധ്യസ്ഥ ശക്തിയുടെ അടയാളം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി കർത്താവ് ഇന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും സെബസ്ത്യാനോസിനെ ഏറ്റുപറയുന്നു. ഈ വിശുദ്ധൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. ആ അമ്പെഴുന്നള്ളിക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്താണ് ഈ അമ്പെഴുന്നള്ളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. എന്തിനാണ് ഇതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. ചില മനുഷ്യരുണ്ട്, വിശ്വാസികൾ പോലും, സഭയിലെ അംഗങ്ങൾ പോലും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ അറിയണം, കർത്താവിന് വേണ്ടി രക്തം ചിന്താൻ അവൻ്റെ മേൽ എയ്യപ്പെട്ട ആ അമ്പെഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ഭവനങ്ങൾക്ക് പോലും കൃപ വർഷിക്കപ്പെടുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. ആ അമ്പുകൾ സ്വീകരിക്കുന്ന ഭവനങ്ങൾ വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ കർത്താവ് അനുഗ്രഹിച്ച് സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ദേശത്തെയും ഈ മഹാമാരിയിൽ നിന്ന് മോചിച്ച് സമാധാനത്തിൻ്റെ ഒരു കാലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധൻ്റെ ധീരമായ മാതൃക നമുക്ക് പ്രചോദനമായിരിക്കട്ടെ. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തിയും സംരക്ഷണവുമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിങ്ങും പ്രതീക്ഷയോടാനന്ദ ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യദുഃഖമകറ്റിയവനീ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നേരും നിരാശയിൽ പ്രത്യാശയേകണേ, പാപികൾക്കാശ്രയം നൽകിയിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നേടുറ്റ നീതിയും നിർമ്മായ സ്നേഹവും മാനവരാശിയിൽ പൂവിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായി ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ താലവും ഈ പൂക്കളും
ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധി കാഴ്ചയടയ്ക്കുന്നു ഞങ്ങൾ. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധി കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. സാധനും അതുപോലന്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിട പവനം നീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ അമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിട. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയകലങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ പുത്രനും സകലസൃഷ്ടിക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെയും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്തായി യോഗ്യരാക്കി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹാ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. Peace be with you. നമുക്ക് ഉയരണമേ പ്രാർത്ഥനയഖിലേശാ, ഉയരണമേ സുരഭിലധൂപം പോ, സ്വർഗ്ഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരേണം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന ഹോശാന ഹോശാന. ബലവാനീശനോശാന പാടാം ദൈവാത്മാവിനോശാന പാടാം. വിണ്ണിലും മണ്ണിലുമായവനെ മാലാകമാർ ചേർന്നോശാന പാടാം. ബലവാനീശനോശാന പാടാം ദൈവാത്മാവിനോശാന പാടാം. വിണ്ണിലും മണ്ണിലുമായവനെ മാലാഖമാർ ചേർന്നോശാന പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനം അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസ് അങ്ങയുടെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സംധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായുടെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെ അധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയൽ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അൽമായ പ്രേക്ഷിതർ, സമർപ്പിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയെ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാത്തു നിൽക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും പ്രത്യേകമായി ബലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ആവശ്യമായ ആത്മീയവും ശാരീരികമായ എല്ലാ കൃപകളും ലഭിക്കുന്നതിന് വേണ്ടിയും അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം യാചിച്ച് കടന്നു വന്നിരിക്കുന്ന ഈ മക്കൾക്ക് എല്ലാവർക്കും അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്ന് പ്രത്യേകമായ കൊറോണ ബാധയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ
അങ്ങയുടെ ഭക്ഷ്യത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും അങ്ങയുടെ തിരുസന്നതയെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമർത്ഥവുമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ, സമർപ്പിതർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുകയും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരായ ഞങ്ങളുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മുലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തവിധം ഞങ്ങളോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദിവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. എൻ ഹൃദയത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. എൻ ഹൃദയത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം
ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാമുൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിലവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം അങ്ങ് ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടു കൂടെ എപ്പോഴും അങ്ങയുടെ സന്നദ്ധി നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലാവിധ പകർച്ചവ്യാധികൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായികവും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിൻ്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സ്തുതിക്കായി അർപ്പിക്കപ്പെട്ട ഈ ബലിയുടെ ശക്തിയാലും യോഗ്യതയാലും ഞങ്ങളെ എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സ്വർഗത്തിൽ വിശുദ്ധയുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് സഹായമായി തീരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തെ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ, പ്രത്യേകമായി വിശുദ്ധ സെബസ്ത്യാനോസിനോടുകൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവാൻ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാൽ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവനണച്ചും ധീരതയാ മഹിമയണിഞ്ഞു മിശിഹായ്ക്കായി സാക്ഷ്യം നൽകി വിശുദ്ധന്മാർ മാതൃകമർത്യർക്കേകുന്നു. നേർവഴി കാട്ടി നയിക്കട്ടെ, നിർഭയ സാക്ഷ്യം നൽകി സദാ നിർമ്മലരായി വിളങ്ങിടുവാൻ ജീവിത മാതൃ
പരിമളമെന്നും തൂകട്ടെ. സ്വർഗമഹത്വമണഞ്ഞിടുവാൻ അർഹത ഭൂമിയിലേവർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കുമാരനേ സ്വസ്തി. അങ്ങനെ കടകളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ. എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനയോടെ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.